വിധവയായി എനിക്ക് എന്റെ പുത്രന്മാരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നഷ്ടപ്പെട്ടു. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. പുനർവിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രണ്ടാളും മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോണം. ഇല്ല, ഞങ്ങൾ പോകില്ല അമ്മേ. അമ്മയുടെ ഒപ്പം അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. എന്റെ മകളെ, അമ്മയെ സങ്കടപ്പെടുത്തരുത്. നിങ്ങൾ തിരിച്ചു പോണം. എന്തിനെന്നോടൊപ്പം വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്ക് പുത്രന്മാരുണ്ടാകുമോ? അമ്മേ, അങ്ങനെ ഒന്നും പറയരുതേ. എന്റെ വാത്സല്യ പാചനങ്ങളെ നിങ്ങൾ മടങ്ങി പോവുക തന്നെ വേണം. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഈ അമ്മ വൃത്തിയായിരിക്കണം. കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതി ഞാൻ അത്യന്തം വ്യസനിക്കുന്നു. അമ്മ സങ്കടപ്പെടരുത്. ഞാൻ മടങ്ങിപ്പോക്കോളാം. ഓർഫ മടങ്ങി പോകാൻ ഒരുങ്ങുകയാണ്. റൂത്ത്, എന്റെ മകളെ, നീയും തിരികെ പോകും. ഇല്ലമ്മേ, ഇല്ല. അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാച്ചക്കാർ എന്റെ ചാച്ചക്കാരല്ലേ? അമ്മയുടെ ദൈവം എന്റെ ദൈവമാണ്. അമ്മ ഭരിക്കുന്നിടത്ത് ഞാനും ഭരിച്ചെടുക്കപ്പെടും. എന്റെ കുഞ്ഞി, നമ്മൾ എങ്ങനെ ജീവിക്കും? കഷ്ടത അനുഭവിക്കാനാണല്ലോ നീ എനിക്കൊപ്പം വന്നത്. എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ കൊയ്ത്തുകാലമല്ലേ. ഞാൻ വയലിൽ നിന്ന് കാലാപതിക്ക് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരെ ആരും തടയാറില്ലല്ലോ അമ്മേ. നീ ഒറ്റയ്ക്കും അത് വേണ്ട കുഞ്ഞി, ഞാനും വരാം. അതെന്താ അമ്മേ? എനിക്ക് നല്ല ആരോഗ്യമില്ലേ? പിന്നെ അമ്മയെ നോക്കേണ്ട കടമ എനിക്കല്ലേ? ദയവായി അത് നിഷേധിക്കരുത്. എന്റെ ചോദ്യങ്ങൾക്കും വ്യാകുലതകൾക്കും ഉത്തരം നൽകാൻ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാണല്ലോ. ഇനി ഞാൻ എന്ത് പറയാനാണ്? നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
കറകളഞ്ഞ സ്നേഹത്തിന്റെ വിശ്വസ്തതയുടെ മാതൃകയായ സ്ത്രീരത്നം. ദാവീദിന്റെ പിതാവ് ജസ്സയുടെ പിതാവായ ഓബദിന്റെ അമ്മ. അവൾ യഹൂദ വംശജയല്ലായിരുന്നു. എങ്കിലും ഇസ്രായേൽക്കാരനായ ഭർത്താവ് മരിച്ചപ്പോൾ അവൾ തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മായിയമ്മയായ നവോമിയോടും വിശ്വസ്തത പുലർത്തി. നവോമിയെ സംരക്ഷിക്കുവാൻ അവരോടൊപ്പം ജെറുസലേമിലെത്തിയ റൂത്തിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു.